ഓടിക്കുക എല്ലാവർക്കും. നമ്മളിപ്പോൾ ഇന്ന് ബസ് മുന്നേറ്റ ഇന്തോനേഷ്യയിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ പാർട്ട് 2 നമ്മുടെ ഇതിൽ KSRTC കൊണ്ടുവരുന്നതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുമേഷ് അണ്ണനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ. ഞാൻ പാർട്ട് 2 കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ KSRTC നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട് കണ്ടോ, നല്ല മോഡിഫൈഡ് ആക്കിയിട്ടുണ്ട് കണ്ടോ, ചെറിയായിട്ട് ചളിയൊക്കെ ഉണ്ട്. അപ്പോൾ സുമേഷനോട് ചോദിച്ചു നോക്കട്ടെ എന്താ ചളി എന്നൊക്കെ. അപ്പോൾ ചോദിച്ചിട്ട് കാണാം. അപ്പോൾ ഗൈസ് സുമേഷനോട് സംസാരിച്ചൊക്കെ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു കുറച്ച് വരുമ്പോഴൊക്കെ കുറച്ച് ചളിയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഈ വണ്ടി എൻ്റെ ആയിരുന്നു, ഇപ്പം നീ എടുത്തപ്പോൾ നിൻ്റെ ആയി. അപ്പോൾ ആ സമയത്തൊക്കെ ഓഫ് റോഡ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ KSRTC. അപ്പോൾ അവൻ പറഞ്ഞു അപ്പോൾ ചളി ഉണ്ടായിരുന്നാണ്, അപ്പോൾ ഇത് നിങ്ങൾ ക്ലീൻ ആക്കേണ്ടി വരും, നിങ്ങളുടെ വണ്ടിയാണ്. അപ്പോൾ അവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് നേരെ വണ്ടി എടുത്തിട്ടോ. നല്ല സീന് സെറ്റായിട്ടുണ്ട്, ബലൂണൊക്കെ വെച്ചിട്ടുണ്ട്. ബലൂൺ എന്താ സൈഡിൽ വെച്ചിട്ടുണ്ട്, വൈപ്പറൊക്കെ ഓണാക്കിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് വെച്ചിട്ടുണ്ട്, പിന്നെ അടിയിലും ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ടോ, ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഐഫോൺ ഇതാ ഇവിടെ ഉണ്ട്. ഇവിടെ ഐഫോൺ ഉണ്ട്. പിന്നെ അത് അവിടെ ഗ്ലിയർ ഉണ്ട്. ഇവിടെ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ മോഡിഫൈഡ് ചെയ്ത് ആക്കാനായിട്ട്. പിന്നെ ഇവിടെ കുറച്ച് ബട്ടൺസ് ഉണ്ട്. കുറച്ച് ബട്ടൺസ് ഉണ്ട്. പിന്നെ സീറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ സ്റ്റിയറിങ് നമ്മുടെ ഇതിവിടെ മറ്റേത് ഇവിടെയാണ് വണ്ടീനും കാര്യങ്ങളൊക്കെ. ഇവിടെ കുറച്ച് ലൈറ്റ്സ് വെച്ചിട്ടുണ്ട് ഇവിടെയും അവിടെയും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് വണ്ടി വേഗം വിടാം, അപ്പോൾ സ്ഥലം വിടാം. പൈസ കൊടുക്കാൻ വേണ്ടി സുമേഷൊന്നും വേണ്ട പറഞ്ഞു. അവൻ വേണ്ട പറഞ്ഞു, അവനല്ലേ വാങ്ങിച്ച. അപ്പോൾ അവൻ്റെ പൈസ എടുത്തോളാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടി സെറ്റായിട്ടുണ്ട്. ക്ലീൻ ആക്കണം നമ്മുടെ തന്നെ പണി. സൂപ്പർ ഫാസ്റ്റാണ് കേട്ടോ, നമ്മുടെ KSRTC സൂപ്പർ ഫാസ്റ്റാണ്. ഞാൻ പറഞ്ഞില്ല ഇവിടെയൊക്കെ ലൈറ്റ് വെച്ചു കാണാം. അപ്പോൾ നമ്മളിതേ വണ്ടി വിട്ടു. ടോപ്പ് സ്പീഡ് നോക്കണമല്ലേ, ഒരു മെയിൻ റോഡ് എത്തുമ്പോൾ നോക്കാം. മെയിൻ റോഡ് എത്തുമ്പോൾ ഈ വണ്ടികൾ ഇതാ പറഞ്ഞോളൂ, വണ്ടികളുള്ള സമയത്തൊന്നും ചെയ്യുന്നില്ല. ചെയ്താൽ നമ്മുടെ വണ്ടിയൊന്നും പോകും, എന്നിട്ട് നമ്മൾ തന്നെ ശരിയാക്കേണ്ടി വരും. അവരുടെ വണ്ടിയാണ് ഇപ്പോൾ നമ്മുടെ വണ്ടി ആയിട്ടുണ്ട്. അവനോട് ചോദിച്ച് അവൻ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നീ എടുത്തോ എന്നൊക്കെ പറഞ്ഞ് സുമേഷ് പറഞ്ഞു. അപ്പം അങ്ങനെ സെറ്റായപ്പോൾ പിന്നെ ഇപ്പോൾ എൻ്റെ വണ്ടിയാണ് ഈ KSRTC. കൊമ്പനെ നമ്മൾ ഇവിടെ മറ്റേ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ട്രിപ്പ് ഒരു എവിടേക്കാണ്, മറ്റേ ഇവിടെ ഗോവയ്ക്ക് പോകാനുള്ള തോന്നുന്നു. കുറച്ച് പേര് ട്രിപ്പ് പോകണ്ടായിരുന്നു. വേറെ ചേക്കനും മറ്റേ കേവി അവൻ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് മറ്റേ കൊമ്പൻ ബസ് കൊണ്ട് എടുത്തുകൊണ്ട് പോയി. പിന്നെ കുറച്ച് പേരൊക്കെ കയറി അവന്മാർ നേരെ ഗോവയിലോട്ടേക്ക് വിട്ടു. പിന്നെ നമ്മൾ ഇപ്പോൾ KSRTC വാങ്ങാനെടുത്ത്. അപ്പോൾ അവൻ പറഞ്ഞു അങ്ങനെ ട്രിപ്പ് പോയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഒരു മറ്റന്നാളാവും പറഞ്ഞു. അപ്പോൾ മറ്റന്നാളിലാണ് കൊമ്പൻ കിട്ടുള്ളൂ. പിന്നെ വണ്ടി മറ്റന്നാൾ കിട്ടും. അപ്പോൾ
ട്രിപ്പൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും മറ്റന്നാളാവും. പിന്നെ വണ്ടീനെയും ചളിയാക്കി വെച്ചിട്ടുണ്ടാവും ആ ചക്ക, അത് ഉറപ്പാണ്. അപ്പം ഇങ്ങനെ ഓഫ് റോഡ് കാണുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ പോകും. അതാണ് ഈ ഗെയിം. അതുകൊണ്ട് അവൻ ചളിയാക്കിയിട്ട് തരുള്ളൂ. അപ്പം നമ്മൾ സ്ഥലം വിട്ടു കുറച്ച് ദൂരമായി. പിന്നെ കുറച്ച് പാലങ്ങൾ കടന്നു. ഇതൊന്നും ഒന്നും കാണില്ലല്ലോ. മറ്റേ ഒരു വണ്ടിയുണ്ട്, ആംബുലൻസ്. എനിക്ക് മാപ്പ് നോക്കട്ടെ. കുറച്ച് ലോങ്ങൊക്കെയാണ്. ഞാനിപ്പോൾ ഡെൻ പസാറിൽ നിന്നാണ് നീ മലാങ്കിക്ക് എത്തുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ വണ്ടി വിടട്ടെ. അപ്പോൾ നമ്മുടെ വണ്ടി വിട്ടു. നേരെ കുറച്ച് നിറയെ ദൂരമുണ്ട്. ഞാൻ ലോങ് ആണ് എടുത്തത്, അതുകൊണ്ട് കുറച്ച് ദൂരമുണ്ട്. പിന്നെ നമ്മുടെ ആ രമേശ് അണ്ണനെ അത്രയ്ക്ക് മോഡിഫൈഡ് ചെയ്യില്ല. ചെയ്താലും പക്ഷേ അത്രയ്ക്ക് മോഡിഫൈഡ് ഉണ്ടാവില്ല. പിന്നെ ഈ സുമേഷ് അണ്ണൻ നല്ല സീനായിട്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ സുമേഷ് അണ്ണായിട്ട് കൊടുത്തത്. എല്ലാവരും നല്ലപോലെ അവൻ വണ്ടി മാറ്റിത്തരും. പിന്നെ അവന് വണ്ടിയെ മാറ്റിത്തരും. വണ്ടിയെ സീനാക്കി നല്ല മോഡിഫൈഡ് ആക്കിത്തരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവനോട് കൊടുത്തത്. രമേശ് അണ്ണ അത്രയ്ക്ക് നല്ല മോഡിഫൈഡ് ചെയ്യില്ല. ഞാൻ കാര്യം പറഞ്ഞു, അവന് വണ്ടിയൊന്നും മാറ്റിത്തരില്ല. അവൻ കുറച്ച് മോഡിഫൈഡ് അങ്ങനെ ചെയ്യുള്ളൂ. ഈ സ്ഥലത്താണ് നമ്മൾ ടോപ്പ് സ്പീഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയൊക്കെ അതാവും. എന്നിട്ട് നമ്മൾ തന്നെ റിപ്പയർ ചെയ്ത് പൈസ കൊടുക്കേണ്ടി വരും. കുറച്ച് ഇതാവും. ഞാൻ ഇപ്പോൾ കാരിയർ മോഡിലാണ് കളിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. കാരിയറാണ്. ആ തന്നെ. നല്ല ബ്രേക്ക് ഉണ്ട് കേട്ടോ. ഒറ്റയടിക്ക് തന്നെ നിന്ന് 100 സ്പീഡ് പോയാലും നേരെ ഒറ്റയടിക്ക് 0-ലെത്തും. ഇത്രയ്ക്ക് നല്ല സ്പീഡിൽ കണ്ടോ. ഈ കാർ വരെ പൊട്ടിക്കുന്നു. അതാണ് ഉമ്മറത്തുള്ള കാർ. ഇപ്പോൾ ബാക്കിലായി ആ കാർ. നമുക്ക് ഓട്ടിക്കാൻ നോക്കിയാൽ നമുക്ക് ലെഫ്റ്റ് കൂടെ പോവാം. നമുക്ക് എല്ലാത്തിനും പൊട്ടിക്കണം. അപ്പോൾ അതെല്ലാത്തിനും പഠിച്ചിട്ടുണ്ട്. നമുക്ക് പെട്രോൾ അടിക്കാം. അശോകലാൻഡ് വണ്ടിയാണ് കേട്ടോ. നമ്മൾ ചിലർക്ക് ഉണ്ടാവില്ലല്ലോ. പെട്രോൾ ഉണ്ട് എന്നാണോ അതോ പെട്രോൾ ഉള്ളോ കൊണ്ടാണ് അടിക്കാൻ പറ്റാത്തത്? നോക്കട്ടെ. കയറി യൂസ് മണി. Dimulai dari angka 0 ya. ഇതാവട്ടെ. Terima kasih, hati-hati di jalan. ഇപ്പോൾ 200 ലിറ്റർ അടിച്ചിട്ടുണ്ട്. 200 ആയിട്ടുണ്ട് ലിറ്റർ. കയറ്റമാണ്. കുറച്ച് ടോപ്പ് സ്പീഡ് നോക്കാം. കുറച്ച് ഇറക്കമുണ്ടായിരുന്നു പൊളിച്ചെന്നെ. അപ്പോൾ നല്ല പഠിപ്പിച്ചു പോയി. ഇതാ വന്നിറക്കം. പക്ഷേ ഈ റൈറ്റിൽ കൂടെ വണ്ടികൾ വരുന്ന കാരണം ഇത് ചെയ്യാനും പറ്റില്ല. ഇനി പോവാം. ഓവർടേക്കാണെങ്കിൽ നല്ല സ്പീഡിൽ പോകേണ്ടി വരും. വണ്ടി വന്നു. ഈ വണ്ടികളിലെ
പക്ഷെ മൾട്ടിപ്ലെയർ മോഡിൽ കളിക്കുകയാണെങ്കിൽ വണ്ടികളുണ്ടാവില്ല. പക്ഷെ നമ്മുടെ വണ്ടി മൾട്ടിപ്ലെയർ കളിക്കുന്ന വണ്ടികളെ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ഉണ്ട്. പിന്നെ ഇടിച്ചാലും കുഴപ്പമുണ്ടാവില്ല. ഹാർട്ട് അത്ര തന്നെ ഉണ്ടാവും, ഒന്നുപോലും കുറയില്ല. അപ്പോൾ ലോഡിംഗ് മാപ്പ് ആയിട്ട് കാണാം. ഇപ്പോൾ കേസ് ലോഡിങ് ആയിട്ടുണ്ട്. പാസഞ്ചേഴ്സ് ടു സ്റ്റേഷനിൽ ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. റിട്ടേൺ പാസഞ്ചേഴ്സ് ടു സ്റ്റേഷൻ. റിട്ടേണോ? നമ്മൾ റിട്ടേൺ അടിച്ചു പോണ് അല്ല, പിന്നെന്താ പറഞ്ഞു. നമുക്ക് കുറച്ച് സൈഡിൽ നിർത്തേക്കാം. വണ്ടി അങ്ങോട്ട് ചളിയായി പപ്പടമായിട്ടുണ്ട്. വളരെ കുഴിയുണ്ട്. ലൈറ്റൊക്കെ സീനായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ചളിയായപ്പോൾ സീനങ്ങോട്ട് പോയി. കണ്ടോ, അശോക് ലാൻഡിൻ്റെ വണ്ടിയാണ്. അശോക് ലെലാൻഡ്. ഇവിടെ എന്തോ എഴുതിയിട്ടുണ്ട്. KSRTC സൂപ്പർ ഫാസ്റ്റാണ് കേട്ടോ. അത് KSRTC മലബാർ അത് വേറെ, വെള്ള കളറും പിന്നെ ബ്ലൂ കളറും. അത് മലബാർ, ഇത് സൂപ്പർ ഫാസ്റ്റാണ്. കണ്ടോ എന്തോ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അത് നമുക്ക് സ്ഥലം വിടാൻ കിടന്നു. അവിടെ ബ്ലോക്കായപ്പോൾ നമ്മൾക്കും കുടുങ്ങി. അയ്യോ, എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുന്നാവോ. ഇവിടെ അശോക് ലാൻഡിൻ്റെ കമ്പനി പേര് എഴുതിയിട്ടുണ്ട്. ഇവിടെ അശോക് ലാൻഡ് എല്ലാം എഴുതിയിട്ടുണ്ട്. സ്റ്റിയറിങ് അങ്ങനെ വെച്ചു. അങ്ങനെയാണ് എന്നിട്ട് ഇങ്ങനെ വട്ടോട്ട് അതിലാണ് ഞങ്ങൾ ഇട്ടിരുന്നു. അവിടെ നമുക്ക് പറപ്പിച്ച് പോകും. അപ്പോൾ വണ്ടികൾ നമ്മുടെ സൈഡിൽ വണ്ടികൾ നോക്കിയാൽ ഇതേ പറഞ്ഞുള്ളൂ. അപ്പം വണ്ടികൾ എത്തി. ഇത് അപ്പുറത്ത് വണ്ടികൾ വന്നു. അപ്പം ഓട്ടേക്കാൻ കുറച്ച് കഷ്ടമാണ്. കാരണം ഒറ്റയടിക്ക് ബ്രേക്കാണ്. ഇപ്പല്ലേ ബ്രേക്ക് നല്ല പോലെ ഉണ്ട് കേട്ടോ. 100% കടന്നുണ്ടാവും. അമ്മ 100 പറഞ്ഞു ഒരു കുറച്ച് നിറണ്ടാവും കേട്ടോ. അമ്മ ചെടിയൊക്കെ ജനലൊക്കെ അടച്ചിടട്ടെ. ഇതാണ് തന്നെ തന്നെ വെച്ചിട്ടുണ്ട്. ചെടിയൊക്കെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. എവിടെ പാടത്തുണ്ട പോസ്റ്റല്ല, ലൈറ്റ് പോസ്റ്റ്. നമുക്ക് അങ്ങോട്ട് പറപ്പിച്ചു വിടാം. നമ്മുടെ വണ്ടിയിൽ റോട്ടിൽ ഒന്നുമില്ല. നമുക്ക് പറപ്പിച്ചു വിടാം. ഇപ്പോൾ സമയം പറഞ്ഞ് 10:54 നല്ല ഉച്ചയാണ് കേട്ടോ. 10:54 ഉച്ചയല്ലേ ഉണ്ടാവുക, അല്ല രാവിലെ അല്ലേ ഉണ്ടാവുക. പക്ഷെ ഇവിടെ വെയിലുണ്ട്. അമ്മച്ചിയോ ഒന്നുപോലും പോയിട്ടില്ല. അന്നേരം അടുക്കാൻ രക്ഷപ്പെട്ടു. ഇനി ജനൂസ് വേണ്ട, ചെടിയൊന്നും ഇല്ലല്ലോ. കുറച്ചുകൂടെ അപ്പം നമുക്ക് നടുവിൽ കൂടെ വിടാം. അമ്പാ എന്നിട്ട് അങ്ങോട്ട് തന്നെ കഥ
ഒന്നേ കുറഞ്ഞിട്ടുള്ളൂ. ഓർത്ത് പിടിച്ചാലല്ലേ കയറി 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 കയറി. ഇപ്പോൾ വണ്ടികൾ വന്നില്ല. ഓ 89 ഹാർട്ട് എനിക്ക് 89 താഴെ ആയ അപ്പോൾ നമുക്ക് റിപ്പയർ ചെയ്യാൻ വരും. 90 മുകളിലുള്ള ഉണ്ട് അപ്പോൾ റിപ്പയർ ചെയ്യാൻ വരില്ല. 100 മുകളിലില്ല, 100 താഴെയും പിന്നെ 89 താഴെയാണ് റിപ്പയർ ചെയ്യാൻ വരുന്നതും. പിന്നെ റിപ്പയർ ചെയ്യേണ്ടതായിരിക്കും. നമുക്ക് ഇതിൽ കൂടെ എടുക്കാം. ഇവിടെ മൊത്തം ട്രക്സ് ആണല്ലോ. ബസ് എന്തിനാ കയറ്റി? ഈ വണ്ടി ഇഷ്ടപ്പെട്ടല്ലോ. നമുക്ക് എല്ലാം എടുത്ത് മാറ്റാം. ബലൂണൊക്കെ അങ്ങോട്ട് പൊട്ടിച്ച് കളയും. പൊട്ടിച്ച് കളയാം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ പൊട്ടിച്ച് പരുവത്തിലാക്കിയിട്ടുണ്ട്. ആ റിബണും മാറ്റി എടുത്തു കേട്ടോ. നമ്മുടെ വണ്ടി കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളത് സാധിക്കും വിട്ടു. പത്ത് 54 ഇപ്പോഴും കെട്ടി നിൽക്കണു. ഒന്ന് പറപ്പിച്ചു വിടാം. റിപ്പയർ കടയില്ലേ, നമുക്ക് റിപ്പയർ ചെയ്യാൻ പോവാം. എൻ്റെ സ്റ്റിയറിങ് നേരെ പോയില്ല. ഇപ്പോൾ കറക്റ്റ് ഷോട്ടിൽ പോയിടിച്ചിട്ടുണ്ട്. എന്നാലും 90 തന്നെ ഉണ്ട്. നമുക്ക് റിപ്പയർ ചെയ്യാം. ഉണ്ടല്ലോ